ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. ഇന്നിവിടെ പ്രമേയം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് അംഗം എൻ ഷംസുദ്ദീനെ കുറിച്ച് ബഹുമാന്യനായ തദ്ദേശ മന്ത്രി രാവിലെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം വളരെ നിഷ്കളങ്കനാണെന്ന്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രമേയ അവതരണം കേട്ടപ്പോൾ എനിക്കും അത് നന്നായി ബോധ്യപ്പെട്ടു. സാർ, എന്താണ് അവർ ഇത്തരം ഒരു പ്രമേയത്തിലൂടെ അല്ലെങ്കിൽ RSS ബന്ധം ഈ ഗവൺമെന്റിനും LDFിനും മേൽ ചാർത്താൻ ശ്രമിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്? ഉത്സവപ്പറമ്പിലെ പോക്കറ്റ് അടിക്കാരൻ ഒരു തന്ത്രമുണ്ട് സാർ. പിടിക്കപ്പെടുമെന്നാകുമ്പോൾ മറ്റുള്ളവരുടെ മേൽ വിരൽ ചൂണ്ടിയിട്ട് പോക്കറ്റ് അടിക്കുന്ന എന്ന് പറഞ്ഞ ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്ന ആ തന്ത്രമാണ് സാർ ഇവിടെ UDF പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് ഏറ്റവും ശക്തമായി RSSനെയും സംഘപരിവാറിനെയും എതിർക്കുന്നത് എന്നുള്ളത് സാമാന്യ രീതിയിൽ നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന ആർക്കും ബോധ്യമാകുന്ന കാര്യമല്ലേ സാർ? ഇവിടുത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ആക്രമിക്കാനാണ്, വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഇവർ ഏറ്റവും അധികം ശ്രമിക്കുന്നത്. RSS ഈ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ടെങ്കിൽ അത് സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് മാത്രമാണ് സാർ. ഓർക്കണം, ചങ്കും വിരിച്ച് നിന്നുകൊണ്ട് സംഘപരിവാർ ശക്തികളെ എതിർക്കുമ്പോൾ ആ ചങ്കൂറ്റത്തെ അഭിനന്ദിക്കുകയും അതിനോടൊപ്പം നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതിന് പകരം ഇന്ത്യയിൽ ഉയർന്നു വരുന്ന RSS സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താനാണ് UDF ഇതിലൂടെ നടത്തുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. ഇവിടെ കോലീബി സഖ്യവും വടകര ബേപ്പൂറും ഒക്കെ പരാമർശിച്ച് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എൻ്റെ നാട്ടിലുള്ള ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് സാർ. 1995 ആദ്യമായി ത്രിതല പഞ്ചായത്തുകൾ സംസ്ഥാനത്തുണ്ടാവുന്നത് രാജ്യത്തും. അന്ന് എൻ്റെ നാട്ടിലൊരു പഞ്ചായത്തുണ്ട്, ചിറക്കടവ്. ആ പഞ്ചായത്തിൽ കോൺഗ്രസും BJPയും പരസ്യമായി സഖ്യം ചേർന്ന് 12 സീറ്റുകളിൽ ആപ്പിൾ ചിഹ്നത്തിൽ മത്സരിച്ചു സാർ. 30 വർഷം മുമ്പ് കൈപ്പത്തിയും താമരയും ലയിച്ചെന്ന് അവിടെ ആപ്പിൾ ഉണ്ടായി. ഇന്ന് അതുപോലെ തന്നെ തൊട്ടടുത്ത് മറ്റൊരു പഞ്ചായത്തുണ്ട്, കിടങ്ങൂര്, കടുത്തുരുത്തി മണ്ഡലത്തിലാണ്. അവിടെ 15 പഞ്ചായത്ത് മെമ്പർമാരാണുള്ളത്. 7 പേർ LDF ചേരിയിൽ, 5 പേർ BJP താമര ചിഹ്നത്തിലാണ് ജയിച്ചു വന്നത്, 3 പേർ UDF. ആ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് UDFന്റെ ജനപ്രതിനിധിയാ. ആരുടെ പിന്തുണയോടെയാണ്? 5 താമര ചിഹ്നത്തിൽ ജയിച്ചു വന്ന BJP അംഗങ്ങളുടെ പിന്തുണയോടെ. ഈ രാഷ്ട്രീയം താഴെ തട്ട് മുതൽ അഖിലേന്ത്യാ തരത്തിൽ വരെ കൊടുക്കൽ വാങ്ങലുമായി നടത്തുന്ന ആളുകൾ RSSും സംഘപരിവാറുമായി അവിശുദ്ധ ബന്ധമുണ്ടാക്കുന്നുവെന്ന് LDFനെതിരെ ആക്ഷേപിക്കുമ്പോൾ ആ തൊപ്പി ഞങ്ങൾക്കല്ല ഇണങ്ങുന്നത്, ആ തൊപ്പി നിങ്ങൾക്കാണ് ഇണങ്ങുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു വിരൽ ഞങ്ങൾക്കെതിരെ LDFനെതിരെ ചൂണ്ടുമ്പോൾ 3 വിരലുകൾ 4 വിരലുകൾ നിങ്ങൾക്കെതിരെയാണ് ഉണ്ടാവുന്നത് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ചെയ്യേണ്ടത് ഇത്തരം ചക്കളത്തി പോരാട്ടങ്ങൾ നിർത്തി ഇടതുപക്ഷം ഉയർത്തുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്താൻ മുന്നോട്ട് വരികണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ